കല്ലട ട്രാവൽസ് എന്ന സ്വകാര്യ ബസ് അധികൃതർ തകർത്തത് ഒരു യുവാവിന്റെ പ്രതീക്ഷകളാണെന്ന് DGP ലോക്നാഥ് ബെഹ്റ. ബസ് ജീവനക്കാരുടെ ആക്രമണത്തിനിരയായ സച്ചിനുമായി DGP ഫോണിൽ സംസാരിച്ചു. വിദ്യാർത്ഥിയായ സച്ചിൻ കോയമ്പത്തൂരിന് സമീപം ഒരു ആശുപത്രിയിൽ ചികിത്സയിലാണിപ്പോൾ. അദ്ദേഹത്തിന്റെ പരീക്ഷയ്ക്കുള്ള ഹോൾ ടിക്കറ്റ്, ലാപ്ടോപ്പ്, പ്രോജക്ട് റിപ്പോർട്ട് എന്നിവയടങ്ങിയ ബാഗ് നഷ്ടപ്പെടുകയും ചെയ്തു. അത് വീണ്ടെടുക്കുന്നതിന് കേരള പോലീസ് സഹായിക്കുമെന്ന് DGP ഉറപ്പു നൽകി. സച്ചിന്റെയും സുഹൃത്തിന്റെയും മൊഴി രേഖപ്പെടുത്തുന്നതിന് ഒരു DYSPയെ കോയമ്പത്തൂരിലെ ആശുപത്രിയിലേക്ക് അയക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നടന്ന സംഭവങ്ങൾ മുഴുവൻ വിശദമായി എഴുതി അയച്ചു തരാൻ സച്ചിനോടും പരിക്കേറ്റ അദ്ദേഹത്തിന്റെ സുഹൃത്തിനോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംഭവത്തിൽ കുറ്റക്കാരായ എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിന് ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ കേരള പോലീസ് പ്രതിജ്ഞാബദ്ധമാണെന്നും DGP അറിയിച്ചു. മർദ്ദനമേറ്റവരെ പോലീസ് സഹായിച്ചില്ലെന്ന ആരോപണം ശരിയല്ലെന്നും വിവരം അറിഞ്ഞയുടനെ പോലീസ് സംഭവസ്ഥലത്ത് എത്തിയെന്നും DGP വ്യക്തമാക്കിയിട്ടുണ്ട്. വധശ്രമവും മോഷണശ്രമവും ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. കല്ലട ബസ് ഉടമ സുരേഷ് ഇന്ന് പോലീസിന് മുന്നിൽ ഹാജരാകും. കല്ലട ഉൾപ്പെടെയുള്ള ബസ്സുകളുടെ സർവീസിനെ കുറിച്ചും ജീവനക്കാരെ കുറിച്ചും നിരവധി പരാതികളാണ് ഇതിനകം ഉയർന്നിട്ടുള്ളത്. അതേക്കുറിച്ചും വിശദമായ അന്വേഷണം നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. യാത്രക്കാരെ മർദ്ദിച്ച തന്റെ ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തെന്ന് പറഞ്ഞ് കൈയൊഴിയുകയാണ് കല്ലട ബസ് സർവീസ് ഉടമ സുരേഷ്. ആർക്കൊക്കെ എതിരെയാണ് നടപടിയെന്ന് വ്യക്തമാക്കിയിട്ടില്ല. ജീവനക്കാരെ യാത്രക്കാർ മർദ്ദിച്ചതിലുള്ള പ്രതിഷേധം മാത്രമാണ് നടന്നതെന്നും അധികൃതർ ന്യായീകരിക്കുന്നു. എന്നാൽ ജീവനക്കാർ നരനായാട്ടാണ് നടത്തിയതെന്ന് സംഭവം ഫേസ്ബുക്ക് ലൈവിലൂടെ പുറം ലോകത്തെ അറിയിച്ച ജേക്കബ് ഫിലിപ്പ് എന്ന ബിസിനസ്സുകാരൻ പറയുന്നു. ഹരിപ്പാട് വെച്ച് വാക്കുതർക്കം നടന്നെങ്കിലും യാത്രക്കാരും ജീവനക്കാരെ മർദ്ദിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബാംഗ്ലൂരുവിൽ നിന്നും ചെന്നൈയിൽ നിന്നും രാത്രി തിരിച്ച് അതിരാവിലെ തിരുവനന്തപുരത്ത് കല്ലട ട്രാവൽസ് എത്തുന്നത് യാത്രക്കാരുടെ ജീവൻ ഏതു നിമിഷവും അപകടമായേക്കാവുന്ന സാഹചര്യത്തിലാണ്. ബാംഗ്ലൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് കല്ലടയിലെത്തിയ മാധ്യമപ്രവർത്തകനും തിരക്കഥാകൃത്തുമായ അജയ് മുത്താന തനിക്കുണ്ടായ ദുരനുഭവം പങ്കുവയ്ക്കുന്നു. 7-8 കൊല്ലം മുൻപാണ് സംഭവം. ബാംഗ്ലൂരുവിൽ നിന്ന് നാട്ടിലേക്ക് വരാൻ ട്രെയിനൊന്നും കിട്ടാതെ വന്നപ്പോൾ കല്ലടയെ ശരണം പ്രാപിച്ചു. അവിടെയും ടിക്കറ്റില്ല. വേണമെങ്കിൽ ഡ്രൈവറുടെ ക്യാബിനിൽ ഇരുത്താമെന്ന് കണ്ടക്ടറുടെ ഔദാര്യം. ടിക്കറ്റ് ചാർജിനൊന്നും കുറവില്ല. ഗതികേട് കൊണ്ട് കയറി. നഗരം വിട്ട് രാത്രി ഭക്ഷണത്തിന് വണ്ടി നിർത്തി. അവിടെ നിന്നെടുത്തപ്പോൾ 2 പേരെ കൂടി ഡ്രൈവർ ക്യാബിനിൽ കുത്തി നിറച്ചു. വണ്ടി എടുക്കും മുൻപ് ഡ്രൈവർ തമ്പാക്കോ മറ്റോ കവർ പൊട്ടിച്ച് വായിലേക്കിട്ടു. പിന്നെ കാലുകൊണ്ട് ഒരു വലിയ തടിക്കട്ട നീക്കി ആക്സിലേറ്ററിന് മേൽ കയറ്റിവെച്ചു. വണ്ടി അതിന്റെ പരമാവധി വേഗത്തിലേക്ക് ഇരമ്പിക്കയറി. ഇങ്ങനെയാണ് ഓടിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പിന്നെ എങ്ങനെയാണ് രാവിലെ 5-നും 6-നുമൊക്കെ തിരുവനന്തപുരത്ത് എത്തുകയെന്ന് മറുചോദ്യം. കൂടെ ഇരുന്നവരാരും ഇതൊന്നും കേട്ടതായി പോലും നടിച്ചില്ല. ജീവൻ കയ്യിൽ പിടിച്ച് അയാളുടെ അഭ്യാസത്തിന് സാക്ഷിയായിരുന്നു. ഉറക്കം വന്നതേയില്ല ആ രാത്രിയിൽ. ആ വണ്ടി ബ്രേക്ക് ചെയ്തത് അപൂർവം സമയങ്ങളിൽ മാത്രം. ബ്രേക്ക് ചെയ്യേണ്ടിടത്തൊക്കെ വെട്ടിയൊഴിച്ച് വണ്ടി കൊടുങ്കാറ്റ് പോലെ മുന്നേറിക്കൊണ്ടിരുന്നു. അത്യാവശ്യം വരുമ്പോൾ ഡ്രൈവർ തടിക്കെട്ട തട്ടിമാറ്റി ബ്രേക്ക് ഇടുന്നുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് എത്തുമെന്ന് കരുതിയതല്ല ആ രാത്രിയിൽ. അതിൽ പിന്നെ ഇത്തരം ബസ്സുകളിൽ കഴിവതും കയറാറില്ല. പക്ഷേ ഗതികേടിന് 2 തവണ കയറി എന്നത് മറക്കുന്നില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.